അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ എഴുന്നേറ്റ് പാടും എൻ്റെ ഫാസ്റ്റിംഗ് കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ഞാൻ എൻ്റെ ടേബിൾ നോക്കുമ്പോഴേ ഫ്രൂട്ട്സ് ഇരിക്കുകയാണ് കേട്ടോ. 8 ദിവസം പട്ടിണി കിടന്നിട്ട് ലാസ്റ്റ് ഈ ഫ്രൂട്ട് കഴിക്കുന്നത് രസമാണെന്നറിയോ. വാട്ടർമെലിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും ഓക്കെ ആണ്. പിന്നെ ഞാനിത് ഓരോന്നോരോന്നായി കഴിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു ഞാൻ ഫുൾ തീർക്കും, ഇപ്പം ഫുൾ അടിപൊളിയായിട്ട് കഴിക്കുന്നു. പക്ഷെ പകുതിയായപ്പോഴത്തേക്കും എൻ്റെ വയറ് നിറഞ്ഞു ഗൈസ്. അവിടെ ഞാൻ വെച്ചിട്ട് പോന്നു. പിന്നെ ഞാനും ഈ പെണ്ണും കൂടി പുറത്ത് വെയിൽ കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഞങ്ങളൊരു JCB സ്പോട്ട് ചെയ്തത്. പിന്നെ അത് നോക്കിക്കൊണ്ട് കുറച്ച് നേരം നിന്നു. ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഒരാളെന്നെ കടിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലെത്തി നോക്കുമ്പോഴത്തേക്ക് എനിക്കുള്ള മാംഗോ വന്നിട്ടുണ്ട്. ആൻഡ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും എനിക്ക് പകുതി കഴിക്കാൻ പറ്റിയുള്ളൂ. ചേച്ചി ഉറങ്ങുമ്പോൾ ഞാനിരുന്ന് മാങ്ങ കഴിച്ചു. ബട്ട് ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത് ഫുൾ അയച്ചു. പിന്നെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് പേരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കളറൊക്കെ എന്ത് രസമാണ്, പിങ്ക് കളറ്. സോ ഇത് കാണുമ്പോൾ തന്നെ നല്ല ടെംപ്റ്റിംഗ് ആയിരുന്നു. ഞാൻ ഇത് ഫുള്ള് തീർക്കുമെന്ന് വിചാരിച്ച പോലെ എനിക്ക് ഫുള്ള് തീർക്കാൻ പറ്റി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു ആൻഡ് നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ കൃത്യം 6:30 ആയപ്പോൾ എനിക്ക് എൻ്റെ ഡിന്നർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു സാലഡായിരുന്നു, നല്ല കളർഫുൾ ആയിട്ടില്ലേ. കുറച്ച് കുക്കുംബേഴ്സ്, ടൊമാറ്റോ, ലെമൺ, പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രേറ്റഡ് കോക്കനട്ട്, ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട് പ്ലസ് ക്യാപ്സിക്കം ആൻഡ് ചെറുപയർ ഉണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ ഞാൻ നല്ല സ്ക്വീസ് ചെയ്തിട്ട് കുറച്ച് പെപ്പറും ഉപ്പൊക്കെ എടുത്തിട്ടിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവായിരുന്നു. 8 ദിവസം ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞിട്ട് ഈ സാലഡ് കൊണ്ട് തരുമുണ്ടല്ലോ, ഒരു കുഴിമന്തി കിട്ടിയൊരു വൈബായിരുന്നു എനിക്കാണ് കൊതിയായിട്ടിരിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് സോൾട്ടും പെപ്പറൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് കഴിക്കാൻ പാകത്തിനാക്കിയെടുത്തു. ആൻഡ് ഞാൻ കുക്കുംബർ കഴിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം തന്നെ എൻ്റെ വായിലൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു. കുക്കുംബർ വാസ് റിയലി ഗുഡ്. ആൻഡ് ഞാൻ ഈ സാലഡ് അങ്ങോട്ട് വായിൽ വെച്ചു. ഗൈസ്, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് അല്ല എന്നതാണ് ഇതിൻ്റെ സത്യം. ഞാൻ കൈ വെച്ചിട്ട് തംസപ്പൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും വായി വയ്ക്കാൻ കൊള്ളത്തില്ലെന്ന് പറയുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് തേങ്ങയും പ്ലസ് ലെമണും സ്വീറ്റ് ആൻഡ് സോർ ആയിരുന്നു. എനിക്ക് അത് ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല. എന്നാലും കുഴപ്പമില്ല, ഞാനത് കഴിച്ചില്ല കേട്ടോ. ഞാൻ ക്യൂക്കംബേഴ്സ് കഴിച്ച് നിർത്തി.